മോളെ, നീ എന്താ ഇവിടെ കിടക്കുന്നേ? വെള്ളമെടുക്കാൻ പുറത്തേക്കിറങ്ങിയ ജോർജ് സെറ്റിയിൽ കിടക്കുന്ന സോഫയെ കണ്ട് ചോദിച്ചു. വല്യപ്പച്ച, അത് അവൻ അകത്തേക്ക് പോയോ? അയാളുടെ മുഖം ഇരുണ്ടു. അവൾ തലയാട്ടി. അയാൾ മുഖം വലിച്ചു കയറ്റി ഡോറിൽ ശക്തിയിലടിച്ചു. ഇഷാൻ ഞെട്ടലോടെ അവളിൽ നിന്നും അകന്നു മാറി. നിറഞ്ഞ മിഴികൾ അവൻ കാണാതിരിക്കാൻ ജാൻവി വേഗം മുഖം കുനിച്ചു. ഇവളെ ഞാൻ... ഇഷാൻ എണീക്കാൻ തുടങ്ങി. എടാ, കതവ് തുറക്കടാ. നീ വല്ല വേണ്ടാതിനോ കാണിച്ചാ നിന്റെ കാരണം ഞാൻ പുകയ്ക്കും. അയ്യോ വല്യപ്പച്ചൻ! ഇഷാൻ ചാടി എണീറ്റ്. ജാൻവിക്ക് ഒരാശ്വാസം തോന്നി. വല്യപ്പച്ചൻ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോ തനി കിച്ചന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരുന്നു. അവൻ വേഗം അവളെ ഒന്ന് നോക്കി. അവൾ മുഖം കുനിച്ചു കളഞ്ഞു. അവന്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. അവൻ വേഗം ഡോർ തുറന്നു. എടാ കഴിവേറി, നീ എന്താടാ ഈ പാതിരാത്രി എൻ്റെ കൊച്ചിൻ്റെ മുറിയിൽ? ജോർജ് ദേഷ്യത്തോടെ ചോദിച്ചു. ഇഷാൻ നിറഞ്ഞ മിഴിയോടെ അയാളെ നോക്കി. പിന്നെ വേഗം സ്റ്റെപ്പുകൾ ഓടിക്കയറി. അവൻ്റെ പോക്ക് നോക്കി അയാൾ അമ്പരന്നു. പിന്നെ ബെഡിലിരിക്കുന്ന ജാനയെ നോക്കി. മോളെ. നിറഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട് അവളെണീറ്റ് അയാളുടെ അടുത്തേക്ക് ചെന്നു. എന്താ മോളെ, അവൻ എന്നാത്തിനാ വിഷമിച്ചു പോയത്? ആദ്യമായ ഞാനെൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കാണുന്നത്. എന്നതാ കാര്യം? എന്നോട് ക്ഷമ ചോദിച്ചു. എന്നെ ജീവനാന്ന് പറഞ്ഞു. മറ്റൊരു പെണ്ണിനെ എൻ്റെ സ്ഥാനത്ത് കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞു. ആ കണ്ണീരിന് മുന്നിൽ, ആ യാചനയുടെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് തോന്നിപ്പോയി വല്യപ്പച്ച. അവൾ കരഞ്ഞുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് വീണു. സാരമില്ലടാ. അവൻ നിന്നോട് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നിസ്സാരമല്ലേ മോളെ? അവനെ ഇപ്പം കുറച്ച് വേദനിപ്പിക്കുന്നത് അതിലേറെ സന്തോഷം കൊടുക്കാൻ തന്നെയല്ലേ? അത് മറക്കരുത്. മോള് സമാധാനിക്ക്. കർത്താവിനോട് നന്നായി പ്രാർത്ഥിച്ച് സുഖമായി ഉറങ്ങ്. അയാൾ അവളുടെ തലയിൽ തഴുകി. വല്യപ്പച്ചൻ ഇപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ... അപ്പോൾ കർത്താവായിട്ടാ എന്നെ ഇങ്ങോട്ട് വിട്ടത് അല്ലേ? അത് വിട്, നാളെ എല്ലാം ശരിയാകും. അവൻ്റെ മൂഡ് ഞാൻ മാറ്റിയെടുക്കാം. സോഫി, മോള് പോയി കിടന്നേ. സോഫി അകത്തേക്ക് കയറി. അയാളെ നോക്കി തലയാട്ടിക്കൊണ്ട് ജാൻവിയും. അയാൾ മുകളിലേക്ക് നോക്കി. പിന്നെ മെല്ലെ സ്റ്റെപ്പ് കയറാനായിട്ട് തുടങ്ങി. റൂം ലോക്കിട്ടില്ലെന്ന് കണ്ട് അയാൾ അകത്തേക്ക് കയറി. ടേബിളിലിരുന്ന വെള്ളം ജഗ്ഗോടെ വായിലേക്ക് കമഴ്ത്തുന്ന ഇഷാൻ. എന്നതാടാ ഈ പാതിരാത്രി ഇത്ര വെള്ളം കുടി? ഹാ, ചൂടൊക്കെ അല്ലേ, വെള്ളം കുടിക്കുന്നത് നല്ലതാ. പക്ഷേ രാത്രി കുടിച്ചാ ഉറക്കം അങ്ങ് പോകും. ഉറക്കവും ഇപ്പോൾ ആവശ്യമാ. വല്യപ്പച്ച, എനിക്ക് ഈ കല്യാണം വേണ്ട വല്യപ്പച്ച. അവൻ നിറഞ്ഞ കണ്ണുകളോടെ അയാളെ നോക്കി. ഡാ, ഞാൻ വല്ല തെറിയും വിളിച്ച് പറയും. ഞാനല്ല, നീയാ ആ സണ്ണിച്ചൻ്റെ മോളെ കാണാൻ പോയത്. എന്നിട്ട് ആ പെണ്ണിന് ആശ കൊടുത്തു. അതും പോരാഞ്ഞ് നിന്റെ തന്ത പോയി ഡേറ്റും ഫിക്സാക്കി. വികാരിയും കണ്ടു. ഇതിപ്പോ നിന്റെ പറച്ചിലും നിൽപ്പും കണ്ട ഞാൻ നിന്നെ നിർബന്ധിച്ച് പിടിച്ച് കെട്ടിക്കോണമെന്ന് തോന്നൂലോ. ഇഷാനെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ ഒരു കാര്യത്തിൽ നീ ഞങ്ങളെ നാണം കെടുത്തരുത്. ഇപ്പം തന്നെ നീ ആ സണ്ണിച്ചൻ്റെ കമ്പനിയിൽ പോയി തല്ലുണ്ടാക്കിയത് ആ കൊച്ചിന് വേണ്ടിയാണോ എന്ന് ചോദിച്ച് സണ്ണിച്ചൻ ജേക്കബിനെ കണ്ടു.
പറയാറുന്നില്ലേ എല്ലാം? അതോടെ എല്ലാം അവസാനിക്കുമായിരുന്നു. അവൻ മുടിയിൽ വിരൽ കയറ്റി വലിച്ചു. എടാ, നിന്നെപ്പോലെ എല്ലാവരും മണ്ടരല്ല. വേണ്ടത് വേണ്ടുന്ന സമയത്ത് ചെയ്യും. അവൻ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അയാളെ നോക്കി. വല്യപ്പച്ച, ജെറി ഒരിക്കൽ പറഞ്ഞല്ലോ, നിങ്ങൾ രണ്ടും കൂടി അല്ലുവിനെ കണ്ടുവെന്നും ഈ വിവാഹം നടക്കില്ലെന്നും പറഞ്ഞെന്ന്. കോപ്പ്, ആ കഴുത അതിവിടെ കൊണ്ട് പൊട്ടിച്ചോ? അവനെ ഒന്ന് കാണട്ടെ, കൂട്ടുക്കുന്നുണ്ട് ഞാൻ. വല്യപ്പച്ച, എന്താ ഒന്നും പറയാത്തത്? എൻ്റെ ഇഷാനെ നിനക്ക് വട്ട് പിടിച്ചോ? ആ കഴുത നിന്നെ സമാധാനിപ്പിക്കാൻ വല്ലതും പറഞ്ഞതായിരിക്കും. അല്ലാതെ നീ പോയി കണ്ടിഷ്ടപ്പെട്ട കൊച്ചിനെ ഞാൻ എന്തിനാടാ പോയി കാണുന്നത്? അതും കല്യാണം നടക്കില്ലെന്ന് പറയാനേ. നല്ല കഥ ആണോ? അവൻ വെറുതെ അങ്ങനെ പറഞ്ഞതാണോ? പിന്നല്ലേ, എനിക്ക് വേറെ പണിയില്ല. അയാൾ ആശ്വാസത്തോടെ നെഞ്ചിൽ തടവി. വല്യപ്പച്ച, ഞാനൊരു കാര്യം പറയട്ടെ? നീ ഒന്നോ രണ്ടോ കാര്യം പറയടാ. പക്ഷേ ഈ കല്യാണം വേണ്ടാന്ന് മാത്രം പറയരുത്. അത് മാത്രം നടക്കില്ല. അങ്ങനെ നീ പറഞ്ഞ പിന്നെ നീ ഈ തറവാടിന് പുറത്താ. ചില്ലി കാശ് ഞാൻ തരികയില്ല. നിന്റെ കല്യാണം ഉറപ്പിച്ച അതേ പള്ളിമേടയിൽ എൻ്റെ ജെറിയുടെയും ജാൻവിയുടെയും കെട്ടായിരിക്കും നടക്കുക. അയാൾ അവസാന ആണിയും അടിച്ചു. ഇഷാൻ ഞെട്ടിത്തെറിച്ച് അയാളെ നോക്കി. നോക്കണ്ട, ഞാൻ സത്യമോ പറഞ്ഞത്. പിന്നെ ഓർഡർ ചെയ്ത ഫുഡ്, ചിലവായ കാശ്, കല്യാണം കൂടാൻ വന്ന ആളുകൾ എല്ലാം ഞാൻ നോക്കണ്ടേ? അങ്ങനെ ഒരു നാണക്കേട് ഈ തറവാട്ടിൽ വേണ്ട. നീ അല്ലെങ്കിൽ ജെറി, എനിക്ക് രണ്ടുപേരും ഒരുപോലെ. നിനക്ക് പിന്നെ അവളോട് വൈരാഗ്യം, ദേഷ്യം, പക ഒക്കെയാണല്ലോ. ജെറിക്ക് അങ്ങനെയല്ല. അവന് അവളെ ജീവനാ. അപ്പം ഞാൻ പറഞ്ഞ അവനെതിരെ പറയില്ല. വല്യപ്പച്ചൻ എന്തറിഞ്ഞിട്ടേ ഈ പറയുന്നേ? അവൾക്ക് ജെറി അങ്ങനെ കാണാനൊന്നും പറ്റില്ല. അത് നീയാണോ തീരുമാനിക്കുന്നേ? നിന്നെയാണ് ഇനി അവൾക്ക് വിശ്വസിക്കാൻ പ്രയാസം, അല്ലാതെ ജെറിയെ അല്ല. നീ കിടന്നുറങ്ങാൻ നോക്ക്. ഞാനിന്നിവിടെയാ. നീ ഇനിയും എൻ്റെ കൊച്ചിനെ ശല്യം ചെയ്യരുതല്ലോ. വല്യപ്പച്ച, ഡാ കോപ്പേ, എനിക്ക് ഉറങ്ങണം. നീ വരുന്നുണ്ടോ? അവൻ ജാൻവിയുടെ കാര്യം പറയുമെന്നായപ്പോൾ അയാൾ തടയിട്ടു. പിന്നെ ബെഡിലേക്ക് കിടന്നു. അവൻ നിസ്സഹായ അവസ്ഥയോടെ നിന്നു. ചെരിഞ്ഞു കിടന്ന ജോർജ് ചിരിച്ചു. ചെകുത്താൻ്റെ പ്രണയം, നീ കൊള്ളാലോടാ ചെകുത്താനെ. വരട്ടെ, നോക്കാം. ചെകുത്താൻ ഇതിൽ നിന്ന് മൂരാൻ എന്തൊക്കെ കാണിച്ചു കൂട്ടും എന്നൊന്ന് അറിയണമല്ലോ. അയാൾ ചിരിയോടെ കണ്ണുകൾ അടച്ചു. ജെറി. രാവിലെ ഇഷാന്റെ വിളി കേട്ടാണ് അവൻ കണ്ണു തുറന്നത്. എന്താടാ, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? എടാ, നീ എന്നോട് കള്ളം പറഞ്ഞതല്ലേ? എന്ത്? നീയും വല്യപ്പച്ചനും കൂടി അല്ലുവിനെ കണ്ടെന്ന്? അതിപ്പോ ആരാ നിന്നോട് പറഞ്ഞത്? അപ്പോ സംഭവം ശരിയാണല്ലേ? എന്നാലും എന്നോടിങ്ങനെ ചെയ്യരുതായിരുന്നു. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീയൊന്നും ചെയ്യണ്ട. സൺഡേ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നിന്റെ കെട്ട് നടന്നിരിക്കും. അതുപോരെ നിനക്ക്? നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും സൺഡേ ഞാൻ കെട്ടുന്നത് എൻ്റെ ജാൻവിയാണെന്ന്. അതിന് മറുപടിയായിട്ട് ജെറി ഒന്ന് ചിരിച്ചു. എന്താടാ ഇളിക്കുന്നേ? ഹേയ്, പുലി എലിയായത് കണ്ട് ചിരിച്ചതാ. ദേ ജെറി, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാനൊക്കെ വട്ട് പിടിച്ച് നടക്കുക. എടാ ശ്യാമു, നിനക്കെപ്പോഴാടാ വട്ടില്ലാത്തത്? ദേ കോപ്പേ, നീ മിണ്ടാതിരുന്നോ? എനിക്ക് ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ആകെ 2 ദിവസം, അതിനുള്ളിൽ കല്യാണം. ഞാനിനി എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ആരും വകവയ്ക്കില്ല. പിന്നെ ഞാൻ ജാനുവിനെ കൊണ്ട് നാടുവിടാന്ന് വെച്ചാ അവൾ എൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. ചങ്കു തുറന്ന് കാണിച്ചിട്ടും അവൾക്കെന്നെ മനസ്സിലാകുന്നില്ല.
ഞാനിപ്പോൾ എന്താ ശ്യാമു ചെയ്യുക? സത്യം പറയാന്ന് വെച്ചാൽ വല്യപ്പച്ചൻ എന്നെ കൊല്ലും. നിസ്സഹായ അവസ്ഥയോടെ ജെറി അവനെ നോക്കി. ആ സമയം രുദ്രൻ വലിയൊരു കെട്ടിടത്തിനുള്ളിലേക്ക് കടന്നു. ചുറ്റും നിൽക്കുന്ന ഗുണ്ടകൾ. എന്താ രുദ്ര, നീ ഇങ്ങോട്ട്? ഒരുവൻ ചോദിച്ചു. എനിക്ക് മുതലാളിയെ ഒന്ന് കാണണം. ബോസിപ്പോൾ ഒരു മീറ്റിങ്ങിലാ. കുറച്ച് വെയിറ്റ് ചെയ്താൽ കാണാം. ഞാൻ വെയിറ്റ് ചെയ്തോളാം, അത്രയ്ക്ക് അത്യാവശ്യമാണ്. ശരി, ഞാനൊന്ന് പോയി പറഞ്ഞിട്ട് വരാം. നീ ഇവിടെ നിൽക്ക്. രുദ്രൻ തലയാട്ടിയതും അയാൾ കടന്നുപോയി. കുറച്ചു കഴിഞ്ഞതും അയാൾ തിരികെ വന്നു. രുദ്ര, അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. രുദ്രൻ പെട്ടെന്ന് തന്നെ അകത്തേക്ക് നടന്നു. ഗുണ്ട പുറത്ത് കാവലുറപ്പിച്ചു. എന്താ രുദ്ര, കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമായോ? പേപ്പേഴ്സൊക്കെ റെഡിയാണ്. ചെയറിൽ തിരിഞ്ഞിരിക്കുന്ന ആൾ മുഴക്കത്തോടെ ചോദിച്ചു. അത് മുതലാളി, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല. നമ്മൾ കരുതിയതുപോലെ അത്ര എളുപ്പം കാര്യങ്ങൾ നടക്കുമെന്ന് തോന്നുന്നില്ല. കൊടുങ്കാറ്റ് വേഗതയിൽ ചെയർ തിരിഞ്ഞു. പിന്നെ നിന്നെയൊക്കെ എന്നാത്തിന് കൊള്ളാമെടാ. അത് ഞാൻ പറഞ്ഞില്ലേ മുതലാളി, ശ്രമിക്കാഞ്ഞിട്ടല്ല. ഞാൻ ആനക്കാട്ടിൽ തറവാട്ടിലേക്ക് തന്നെ കയറി ചെന്നു. എന്നിട്ട് അയാളുടെ കണ്ണുകൾ തിളങ്ങി. അവിടെ എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. അയാൾ ജോർജ് ആളൊരു നിസ്സാരനല്ല. വയസ്സായ കിളവനെന്ന് അവഗണിച്ച് കളഞ്ഞതാണ് എനിക്ക് പറ്റിയ തെറ്റ്. നീ എന്താ രുദ്ര പറഞ്ഞു വരുന്നത്? നമ്മുടെ തോക്കും കത്തിയും കൊണ്ടൊന്നും അയാളെ അടക്കാൻ കഴിയില്ല മുതലാളി. അങ്ങേര് വേറെയാ ഐറ്റം. നീ അങ്ങേരുടെ വീരവാദം പറയാതെ കാര്യം പറയേണ്ട രുദ്ര. അയാൾക്ക് ദേഷ്യം വന്നു. മുതലാളി, അങ്ങേരുടെ ഒരു വിരൽത്തുമ്പിൽ അവൾക്ക് കാവലായി മുന്നിൽ നിന്നത് നല്ല ഒന്നാന്തരം വേട്ടപ്പട്ടിയാ. ഹേ, അയാൾ ചെയറിൽ നിന്നും ചാടി എണീറ്റു. എന്നെ മുള്ളാൻ പോലും വിട്ടില്ലത്. എന്തിനു പറയുന്നു, ഒന്നനങ്ങാൻ എനിക്ക് കഴിഞ്ഞില്ല. നേർക്ക് നേരെ വരുന്നത് മനുഷ്യനാണേ, നമുക്ക് പിടിച്ചു നിൽക്കാം. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ മുതലാളി. പിന്നെ അതറിഞ്ഞിട്ട് അങ്ങേരുടെ കൊച്ചുമോൻ്റെ ഒരു വരവുണ്ടായിരുന്നു, ഇഷാൻ ശ്യാം ജേക്കബിൻ്റെ. അവനും അവൻ്റെ വല്യപ്പച്ചൻ്റെ ചങ്കൂറ്റവാ. അവൻ എനിക്കിട്ടൊന്ന് പണിതു. അതിനുള്ളത് ഇന്ന് രാത്രി ഞാൻ കൊടുക്കും. ഒപ്പം അവളെയും പൊക്കും. പക്ഷെ അതിനെനിക്ക് മുതലാളിയുടെ ഒരു സഹായം വേണം. എന്താ രുദ്ര നിന്റെ ആവശ്യം? പറഞ്ഞോ. എനിക്ക് ഇവിടെ നിൽക്കുന്ന ചിലരെ വിട്ടുതരണം. അതിനെന്താ, നീ സെലക്ട് ചെയ്ത് കൊണ്ടുപോ. പക്ഷെ വരുന്നത് വെറും കൈയോടാവരുത്. അളിയനെയും പെങ്ങളെയും ചതിച്ചു കൊന്ന് നേടിയതൊക്കെ അവളുടെ വിരൽത്തുമ്പിൽ ഭദ്രം. എനിക്കിനിയും കാത്തിരിക്കാൻ വയ്യ രുദ്ര. സകലതും എനിക്ക് വേണം. പിന്നെ അവളെ നിനക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം, അതുകൊണ്ട് മാത്രമാ അവളുടെ ജീവൻ എടുക്കാൻ ഞാൻ തുനിയാത്തത്. അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയായി ആരും അവശേഷിക്കുമായിരുന്നില്ല. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഞാൻ ആവശ്യപ്പെട്ടത് നീ തന്നാ നിനക്ക് ജീവിക്കാനുള്ളത് ഞാൻ തരും. നിന്റെ പെണ്ണുമായി നിനക്ക് വാഴാം. അല്ല, ഞാനായിട്ടിറങ്ങി തിരിച്ചാ? ഇല്ല മുതലാളി, ഞാനൊന്ന് പോയിട്ട് വരട്ടെ. ഇന്നിപ്പോൾ ഇവരെ കൂട്ടുന്നത് തന്നെ അതിനാ. ഇതിനൊരവസാനം കാണാൻ ഞാൻ മടങ്ങി വരും, ഉറപ്പ്. ശരി രുദ്ര, നിനക്ക് വേണ്ടുന്ന എന്താണോ അതൊക്കെ നീ കൊണ്ടുപോയിക്കോ. രുദ്രൻ തിരികെ പോയതും കാർലോസ് ചെയറിലേക്ക് ചാരി. അയാളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. കാർലോസ് ഈ സാമ്രാജ്യത്തിന് അധിപൻ. അയാളുടെ പുഞ്ചിരി പൊട്ടിച്ചിരിയായി മാറി. വേഷം മാറി പുറത്തേക്ക് വരുന്ന ഇഷാൻ. ഡാ, ദേ നിന്റെ നിരാശാകാമുകൻ, സോഫി ചിരിയോടെ പറഞ്ഞു. ചുമ്മാതിരി സോഫി. ഡാ,
എവിടെയോ പോകാനുള്ള പുറപ്പാടാ. ഇനി ആ പെണ്ണിനെ എങ്ങനെ നേരിൽ കണ്ട് കാര്യം പറയാനാവോ? എന്നാ തീർന്നു നിന്റെ ഞെട്ടിക്കലും വിറപ്പിക്കലും ഒക്കെ. അയ്യോ, ഈ പോക്ക് അവളെ കാണാനായിരിക്കോടാ? അറിയില്ലടാ. നിന്റെ തലതെറിച്ചവൻ എന്തൊക്കെ എപ്പോഴൊക്കെ ചെയ്യുമെന്ന് കർത്താവിന് പോലും അറിയില്ല. ജാൻവി എന്തോ ആലോചിച്ചു. പിന്നെ ചാടി എണീറ്റ് മുന്നോട്ട് നടന്നു. നീ എവിടെ പോവാ? ഒരു പണിയുണ്ട്, ഒന്ന് പയറ്റി നോക്കാം. ഇഷാൻ ബുള്ളറ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. ജാൻവി പെട്ടെന്ന് ടാപ്പ് തുറന്ന് ചെടികൾക്ക് വെള്ളം നനയ്ക്കാൻ തുടങ്ങി. ഹായ് ഇഷാൻ, എവിടേക്കാ? അവനവളെ ദഹിപ്പിച്ചൊരു നോട്ടമങ്ങ് നോക്കി. അയ്യോ, ഞാനൊന്നും ചോദിക്കുന്നില്ലേ അപ്പാ. സോഫി മുഖം കൂട്ടിയതും ജാൻവി ഹോസും കൊണ്ട് പെട്ടെന്നങ്ങ് തിരിഞ്ഞു. നീ എന്തിനാ സോഫി ആവശ്യമില്ലാത്തവരോട് സംസാരിക്കാൻ പോകുന്നത്? ആരെങ്കിലും എവിടെയെങ്കിലും പോയാ നിനക്കെന്താ? നിനക്ക് നിന്റെ കാര്യം നോക്കിയാ പോരെ? അവൾ സോഫിയെ നോക്കി ദേഷ്യപ്പെട്ടു. സോഫി വായും പൊളിച്ച് കണ്ണും തള്ളിയിരുന്നു. അവൾ എന്നോടല്ലേ ചോദിച്ചത്, അതിന് നിനക്കെന്താ? നിന്നോടെന്തേലും പറഞ്ഞാലോ ചോദിച്ചാലോ നിനക്കുത്തരവില്ലല്ലോ. പിന്നെ എന്നോടാരെങ്കിലും മിണ്ടിയാ നിനക്കെന്താ? തലേന്നത്തെ ദേഷ്യവും വിഷമവും ഉള്ളിൽ വെച്ച് അവൻ പൊട്ടിത്തെറിച്ചു. അവൾക്കത് മനസ്സിലായി. പക്ഷേ അവളൊന്നും മിണ്ടാതെ നിന്നിട്ട് അവൻ്റെ നേരെ ഹോസ് അങ്ങ് നീട്ടി. ഡീ! അവൻ ബുള്ളറ്റിലിരുന്ന് അലറി. അവൾ കൂസാതെ അവനെ നന്നായി അങ്ങ് നനച്ചു. സോഫി വായും പൊളിച്ചിരുന്നു. ഇടി നിർത്താൻ! നിർത്താനാ പറഞ്ഞത്! അവൻ ദേഷ്യത്തോടലറി. അതോടെ അവൾ അവൻ്റെ തലയിലേക്ക് അങ്ങ് നീട്ടിക്കൊടുത്തു. അയ്യോ ജാൻവി, മതി, ഇത് കുഴപ്പമാവും, സോഫി പേടിയോടെ പറഞ്ഞു. ജാൻവി അവളെ കണ്ണിറുക്കി കാണിച്ച് ചിരിച്ചു. ഇഷാൻ ദേഷ്യത്തോടെ ബുള്ളറ്റ് സ്റ്റാൻഡിൽ വെച്ച് അവളുടെ അടുത്തേക്ക് നടന്നു. സോഫിയെ നോക്കി നിന്നവൾ അത് ശ്രദ്ധിച്ചില്ല. അയ്യോ ജാൻ! സോഫി വിളിച്ചു തീരും മുൻപ് ഇഷാൻ അവളുടെ അടുത്തെത്തി. എടി! അവളുടെ കയ്യിൽ പിടിച്ചു. ജാൻവി ഞെട്ടലോട് അവനെ നോക്കി. നിനക്കിത്ര അഹങ്കാരമോ? ഇപ്പൊ ശരിയാക്കി തരാടി വടയക്ഷി! അവൻ അവളുടെ കൈ ചരിച്ച് ഹോസ് അവളുടെ നേർക്ക് നീട്ടി വെള്ളം ചീറ്റിച്ചു. പൂർത്തിയായി. സോഫി തലയിൽ കൈവച്ചു. ജാനിന്റെ തലയിലൂടെ വെള്ളം ഒഴുകിയിറങ്ങുന്നത് അവൻ ഒരുതരം നിർവൃതിയോടെ നോക്കി നിന്നു. അവൾ കുതിരി ചാടാൻ തുടങ്ങിയതും അവൻ അവളെ തന്നിലേക്കങ്ങ് ചേർത്ത് നിർത്തി. എവിടെ പോവാടി നീ? കുറച്ച് നാളായിട്ട് നിന്റെ തലയ്ക്കൊരു കനം, അതിപ്പം അങ്ങ് മാറും, അവൻ ഇടുപ്പിൽ മുറുക്കിക്കൊണ്ട് പറഞ്ഞു. വിടടാ! ഒഴുകിയിറങ്ങുന്ന വെള്ളത്തെ അവഗണിച്ചുകൊണ്ട് അവൾ ചീറി. എന്തായാലും നിനക്കെന്നെ വേണ്ട. 2 ദിവസം കഴിഞ്ഞ് ഞാൻ മറ്റൊരുത്തിയെ കെട്ടാനും പോവാ. എന്നാ പിന്നെ അതിനു മുന്നേ എനിക്കൊരാഗ്രഹമുണ്ട്. അവൻ്റെ നോട്ടം അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിലായി. അവൻ്റെ ആ ഭാവം. ജാൻവിയുടെ കണ്ണ് പിടച്ചു. നെഞ്ച് വേഗത്തിൽ ഉയർന്നു താണു. നെഞ്ച് പടപടാന്ന് മിടിക്കാൻ തുടങ്ങി. അവൻ്റെ കരങ്ങൾ ഒന്നുകൂടി മുറുകി അവളെ വലിച്ചടിപ്പിച്ചു. അതോടെ അവൾ നെഞ്ചിൽ ഇടിച്ചു നിന്നു. അവൻ വല്ലാത്തൊരു ഭാവത്തിൽ അപ്പാടെ വിഴുങ്ങി. അവളുടെ കണ്ണ് തള്ളി. അവൻ വെള്ളം നീക്കി അകറ്റി. ചുണ്ടിനെ പൊതിഞ്ഞെടുത്തു. കൈകൾ ശക്തിയിലമർത്തി. അവൾ കുതറിക്കൊണ്ടേയിരുന്നു. നെഞ്ച് നെഞ്ചിൽ സ്പർശിച്ചു. ഇരുവരുടെയും ശരീരം ഒന്നുപോലെ വിറച്ചുപോയി. വൈദ്യുതി കടന്നതുപോലെ അവർ വിറച്ചു. അവൾ വിടടാ എന്ന് പറയാൻ ചുണ്ടുകൾ വിടർത്തിയതും നാവ് ഉള്ളിൽ കടന്നു കഴിഞ്ഞു. അവളുടെ ഉള്ളം കാല് പൊങ്ങിപ്പോയി. ഒരേങ്ങലോടെ അവളുടെ കൈ അവൻ്റെ ഷോൾഡറിൽ അമർന്നു. അവൾക്ക് ശ്വാസം വിലങ്ങി തുടങ്ങി. രക്തമയം നാവിലറിഞ്ഞതും അവൻ നാവുകൊണ്ട് നനച്ചു. അവൾ എരിവ് വലിച്ചുപോയി. കുറച്ച് സമയം കൂടി നുണഞ്ഞിട്ടാണ് അവൻ പിന്മാറിയത്.
അവൻ്റെ ആ ഉമ്മയിൽ ഇത്രയും ദിവസം അടക്കി വെച്ച പ്രണയം, ദേഷ്യം, സങ്കടം എല്ലാം കൂടി കലർന്നിരുന്നു. അവൻ വിട്ടതും പിന്നിലേക്കാഞ്ഞ അവളെ പുറത്തൂടെ പിടിച്ചു നിർത്തി. അവൾ ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ നെറ്റി മുട്ടിച്ചു നിന്നു. അവളുടെ കിതപ്പ് അവൻ ചിരിയോടെ നോക്കി നിന്നു. അവളുടെ കൈ അപ്പോഴും അവൻ്റെ ചുമലിൽ തന്നെയായിരുന്നു. അവൻ്റെ കൈ അവളെയും ചുറ്റിയിരുന്നു. ഹൈവ, അടിപൊളി! രാവിലെ തന്നെ നല്ല കണിയാണല്ലോ. ജെറിയുടെ സ്വരം കേട്ടതും അവർ തലചരിച്ചു. ഇഷാൻ ചിരിയോടെ നിന്നതും ജാൻവിയുടെ മുഖം ഇരുണ്ടുപോയി. അത് കണ്ടതും ലേശം ഭയം തോന്നി നമ്മുടെ ജെറിക്ക്. ശ്യാമൂ, വിട്ടോടാ പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് ഓടി വന്ന ജെറി ഇഷാന്റെ കൈയും പിടിച്ച് വീട്ടിലേക്ക് ഓടിക്കയറി. അത് കണ്ടതും സോഫി പൊട്ടിച്ചിരിച്ചു. ജാൻവിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആരും കാണാതെ അവളത് മറച്ചു. വൈകുന്നേരം റാഹേലിനെ കൂട്ടി പർച്ചേസിന് പോവാൻ തയ്യാറാവുന്ന ജേക്കബ്, എടാ മോനെ, എന്താ അപ്പച്ചാ? നീ ആ പിള്ളേരെയും കൂടെ കൂട്ടിക്കോ, എന്നിട്ട് വേണ്ടുന്നതൊക്കെ വാങ്ങിക്ക്. 2 ദിവസമേ ഉള്ളൂ കെട്ടിന്. പുറത്തുനിന്ന് എന്തേലും കഴിച്ചിട്ട് ഒരു സിനിമയൊക്കെ കണ്ടിട്ട് വാടാ. കാല് വയ്യാണ്ടായതിൽ പിന്നെ ആ കൊച്ച് ഇവിടെ തന്നെ ഇരുന്ന് മടുത്തു. എന്നാ പിന്നെ അപ്പച്ചനും വാ, നമുക്കൊന്ന് ചാട്ടിച്ചു പൊളിച്ചിട്ട് വരാന്നേ. ഇല്ലടാ, ഞാനില്ല, നീയും പിള്ളേരും പോയിട്ട് വാ. പിന്നെ നിന്റെ കാർ എടുക്കണ്ട, ഗ്യാരേജിൽ നിന്നും വേറെ എടുത്തോ. ശരി അപ്പച്ച, എന്നാൽ ഞങ്ങളൊന്ന് പൊളിച്ചിട്ട് വരാം. ജേക്കബ് പോയതും ജോർജ് എന്തോ ആലോചിച്ചു. പിന്നെ നേരെ ഇഷാന്റെ റൂമിലേക്ക് നടന്നു. ഡാ, അവർ പുറത്തു പോകുന്നുണ്ട്, നീ കൂടെ പോകുന്നുണ്ടോ? ഇല്ല വല്യപ്പച്ച, രാവിലെ ജാനുമായി ഒന്ന് കോർത്തു. അത് ഞാൻ അറിഞ്ഞു. അയാളൊന്ന് ഇരുത്തി നോക്കി. ഇനി അവളുടെ മുന്നിൽ ചെന്നാ ചിലപ്പോൾ കരണം പുകയും, അതാ. അവൻ ഇളിയോടെ പറഞ്ഞു. നാണമില്ലല്ലോടാ. ഇല്ല, നാണമില്ല. എനിക്കവളെ മതിയെന്ന് നിങ്ങളും കൂടി മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ചെയ്തതാ. എനിക്കവളെ മതി, അവളെ മാത്രം. ദേ, കൈ നിവർത്തി ഒരെണ്ണം തരും ഞാൻ. ചെയ്യാവുന്ന പോക്കൃത്തരം മൊത്തം ചെയ്തു വെച്ചിട്ട് അവൻ്റെ ഒരു പ്രകടനം. വല്യപ്പച്ച, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നേ. എനിക്കെൻ്റെ ജാനുവിനെ മതി. ആ, അതൊക്കെ പിന്നീട് സംസാരിക്കാം. എപ്പോ? പിന്നെ എപ്പോഴെങ്കിലും. അതിന് സമയമില്ലല്ലോ. എടാ, ഇപ്പം ഞാൻ പറയുന്ന കേൾക്ക്. കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അയാളുടെ ഭാവം മാറി. എന്താ വല്യപ്പച്ച? ജെറി എവിടെ? ഞാനിവിടെ ഉണ്ടേ. ആ, വാ പറയട്ടെ. 2 പേരോടും അയാൾ കാര്യമായി സംസാരിച്ചു. ഒരു 12 മണിയോടെ രുദ്രനും കൂട്ടരും മതില് ചാടി. 4 ഭാഗത്തിലൂടെയും ആ വലിയ തറവാട് അവർ വളഞ്ഞു. നേരെ മുന്നിലെത്തിയ രുദ്രൻ പതിയെ ചുവടുകൾ വെച്ചു. പെട്ടെന്ന് മുന്നിലൊരു വെളിച്ചം. വലിയ വുഡൻ ചെയറിൽ കാലിന്മേൽ കാൽ കയറ്റിവെച്ച് സിഗരറ്റിന് തീ പിടിപ്പിക്കുന്ന ജോർജ്. രുദ്രന്റെ കണ്ണൊന്ന് പിടച്ചു. ചെയറിൽ ചാരി വച്ചിരിക്കുന്ന ഇരട്ടത്തോക്കും. അതൂടി കണ്ടതും രുദ്രന്റെ ചങ്ക് പിടച്ചു. അവൻ്റെ ചെന്നിയിലൂടെ വിയർപ്പൊലിച്ചിറങ്ങി.